ഡോക്ടറുടെ റൂമിലുണ്ട്. ധാരാളം ജോലി തിരക്കുള്ള ആളല്ലേ. അയ്യോ മുതലാളി, റിസർച്ച് നടക്കുമ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഹലോ മിസ്റ്റർ പിള്ളേ, സാവിത്രിക്ക് 2 ദിവസം വീട്ടിലേക്ക് പോകാം. ഐ തിങ്ക് ഷീ ഈസ് ഓൾ റൈറ്റ് നൗ. താങ്ക് യു. നേഴ്സ്, സാവിത്രി റൂമിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ കൂടി വരൂ ഡോക്ടർ. ഇത് കൊള്ളാം. എനിക്ക് എപ്പോഴും കൂടിയിരിക്കാൻ പറ്റുമോ? സാവിത്രി കുറച്ച് ദിവസത്തിനകം സുഖം പ്രാപിക്കുമെന്ന് തോന്നുന്നു. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ഓൾവേസ്. യെസ് ഡോക്ടർ. എസ്റ്റേറ്റ് പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഒരാഴ്ച കൂടി അവിടെ നിൽക്കേണ്ടി വരും. സാവിത്രിയെ കുറിച്ച് വിഷമിക്കേണ്ട. വി ആർ ഓൾ ഹിയർ. ഞാൻ വരട്ടെ. ഡോക്ടർ സാറേ, ഞാനാണ്. ഒരു പ്രസവ കേസാണ്. ആർക്കാ? എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളിയുടെ ഭാര്യക്കാണ്. ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറയും. അയ്യോ, അത് തീരെ വരാൻ പറ്റില്ല. ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്റെ യാത്രപ്പടിയും ഫീസും തരാം. അയ്യോ, അതെല്ലാം ഞാൻ തീർത്തു തന്നോളാം. ശരി, നിൽക്കും. ഞാൻ ബാഗ് എടുത്തോണ്ട് വരട്ടെ. കരയണ്ട, ഞങ്ങൾ ഇതുപോലെ എത്ര രോഗികളെ കാണുന്നതാ കേട്ടോ. ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി, സുഖപ്രസവം, പരിപാടി ഔട്ട്. ഒരു ഇമിറ്റേഷൻ ഡോക്ടർ. കണ്ട ചായക്കടയിലെല്ലാം കയറി നടന്ന് ചായ അടിച്ച് നടക്കുന്നവൻ കയറി ഡോക്ടറെ വിടാനൊക്കുമോ? ഇദ്ദേഹത്തെ പറ്റി എനിക്കറിയാം. തനിമത്തിൽ വായിച്ചില്ലേ ഡോക്ടർ ജോണിന്റെ കാര്യം? ഒരു ഇമിറ്റേഷൻ ഡോക്ടർ. ഞാൻ എന്തോ ഓർത്തിരുന്നു പോയി. ഒന്നും വിചാരിക്കരുതേ, ഞാൻ പാവം. സാവിത്രി, സാവിത്രി, സാവിത്രി. കർമ്മത്തിന് ചിലപ്പോ അവരുടെ മനസ്സ് വഴിപ്പെട്ടാലും ശരീരം വഴിപ്പെട്ടില്ലെന്ന് വരും. അപ്പോ ഇതിൽ നിന്ന് ഉടനെ ഒരു ഗുളിക എടുത്ത് കൊടുത്താൽ മതി.
ഈ കാപ്പി കൊണ്ടൊന്നും നിർത്താമെന്ന് നോക്കണ്ട. ബാക്കി എല്ലാം പ്രസവത്തിന് ഞങ്ങൾ ആശുപത്രി വരുമ്പോ തന്നേക്കാൻ പോരെ. ഓഹോ, രാജ്യത്തിൽ പകുതി വേണമെങ്കിലും തരാൻ സാവിത്രി ഒരുക്കമായിരിക്കും. അതൊക്കെ ഈശ്വരന്റെ കയ്യില്. ഡോക്ടർ പലഹാരം ഒന്നും കഴിച്ചില്ലല്ലോ? വേണ്ട, താങ്ക്സ്. ഈ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഗൗരി, വേഗം കൊണ്ടുവരും. എടുത്ത് കഴിക്കൂ. ഓഫീസ് സ്റ്റാഫ് എല്ലാം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സാർ. അടുത്ത ശമ്പളത്തോടു കൂടി എല്ലാവർക്കും ബോണസ് ഉണ്ടെന്ന് അറിയിച്ചേക്ക്. താങ്ക് യു സാർ. കുഞ്ഞ് വന്ന് വല്ലതും കഴിച്ചാട്ട്. ഇതെന്തൊരു നിർബന്ധമാ കുഞ്ഞെ? ഈ സമയത്ത് ശരിക്കും ആഹാരം കഴിച്ചില്ലെങ്കിലേ രണ്ടാൾക്കാ ക്ഷീണം. എനിക്ക് വലിയ ക്ഷീണമാണല്ലോ. എനിക്ക് പിറക്കുന്നതല്ലയോ മാസം. അയ്യോ, അപ്പൊ എന്റെ കാര്യം എല്ലാം നേരെയാവും കുഞ്ഞെ. ആണ്ട് മുതലാളി വന്നെന്ന് തോന്നുന്നു. ഞാൻ അപ്പുറത്തോട്ട് ചെല്ലട്ടെ. കുഞ്ഞൊന്നും വല്ലതും കഴിക്കണേ. എന്താ മുഖത്തൊരു ക്ഷീണം? ഒന്നുമില്ല. മോനാണ് കേട്ടോ, മോനാണെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം? ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. പിണങ്ങിയാണല്ലേ? സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എന്നെ ഒന്ന് കൊണ്ടുപോയില്ലല്ലോ. ഒരു പ്രത്യേക കാര്യം അറിയാൻ. എന്ത് കാര്യം? പ്രൊഫസർ ഈ ഇടയ്ക്ക് ഒരു ലേഖനം എഴുതിയിരുന്നല്ലോ. ഏത് ലേഖനം? ഞാൻ ധാരാളം എഴുതാറുണ്ട്. മാതൃഭൂമിയിൽ എഴുതാറുണ്ട്, മനോരമയിൽ എഴുതാറുണ്ട്, കേരള കൗമുദിയിൽ എഴുതാറുണ്ട്, ദീപികയിൽ എഴുതാറുണ്ട്. അതൊന്നുമല്ല, എട്ടുകാലിയെ പറ്റി. എട്ടുകാലി, ദാറ്റ്സ് മൈ സ്പെഷ്യൽ സബ്ജക്ട്. ഈ എട്ടുകാലി വണ്ടർഫുൾ ക്രീച്ചർ. ഒരു ആണെട്ടുകാലി അതിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത്. ഓഹോ. ആ ലൈംഗിക വീഴ്ചയുടെ അന്ത്യത്തിൽ ഈ പെണ്ണെട്ടുകാലി ആണെട്ടുകാലിയെ കാർന്ന് തിന്ന് അതിന്റെ ചാറൂറ്റി കുടിച്ച് അതിന്റെ അവശിഷ്ടങ്ങളിലാണ് മുട്ടയിടുന്നത്. കുക്കൂൺ എന്ന് പറയും. Would you believe? This is a scientific truth. മനുഷ്യന്റെ കാര്യത്തിൽ എങ്ങനെ ആയിരുന്നെങ്കിലെന്ന് വിചാരിക്കുക.
ഉറങ്ങിയില്ലേ? ഇല്ല. എന്നിട്ട് എന്നെ വിളിക്കാത്തെന്താ?